എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്. നിങ്ങൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് +1 ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. 6 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ് ഉള്ളത്. അവയുടെ ഡൊമെയിൻ, റേഞ്ച്, അതോടൊപ്പം തന്നെ ഓരോ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും ഗ്രാഫിൽ എങ്ങനെ രേഖപ്പെടുത്താം എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ +2 രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഏത് ഭാഗം പഠിക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ മുൻപുള്ള പാഠഭാഗം നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ +1 ക്ലാസ്സിലുള്ള പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് റിവൈസ് ചെയ്ത് നോക്കേണ്ടതും ആവശ്യമാണ്. ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കും. നമ്മൾ +2 ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ പഠിച്ചിരുന്നു. എല്ലാവരും അത് ഓർക്കുന്നുണ്ടാവുമല്ലോ. എ ഫംഗ്ഷൻ എഫ് ഈസ് 1, 1 and 1, then it is invertible. നമുക്കതിൽ നിന്ന് തന്നെ ആരംഭിക്കാം. We have learned in chapter 1 that a function f from x to y such that f of x equals y we have a unique function g from y to x such that g of y equals x where x belongs to set x and for y equals f of x where y belongs to set y. Then we call g is the inverse of f and is denoted by f raised to -1. We read as f inverse. G is the inverse of f. Similarly, f is the inverse of g. From here we have f of x is equal to y. Then x equals f inverse y. We remember this property. Then next we draw here a graph of sine function and its domain and range are given. That is, sine x is a function from closed interval -2 pi positive 2 pi to closed interval -1 1. X sin x (0) pi by 2 pi 3 pi by 2 2 pi. On the left side, negative pi by 2, negative pi, negative 3 pi by 2, negative 2 pi. So now here the value sin 0, 0, sin pi by 2, sin 91, sin pi, sin 180 which is equal to 0, sin 3 pi by 2 -1, sin 2 pi 0. And here sin negative pi by 2 is -1, sin minus pi which is equal to 0. Here sin minus 3 pi by 2 which is equal to positive 1. Sin minus 2 pi which is equal to 0. ഈ വാല്യൂ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്നതും അതിൻ്റെ വിലയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇതുപയോഗിച്ചാണ് നമ്മളിവിടെ we draw the xy axis for the point 0. 0 is the point. We take here 0 radian measurement. Then for equal distance 1 centimeter width we take here pi by 2 pi
3 pi by 2, 2 pi. Here negative pi by 2, negative pi, negative 3 pi by 2, negative 2 pi. And here we have here the positive one and it is negative 1. Then we apply the values 0, pi by 2, 1 here, 0, 3 pi by 2, negative 1, 2 pi 0, negative sin negative pi by 2 is negative 1, apply here, sin minus pi 0, 3 pi by 2, we have here this is positive 1, negative 3 pi by 2 which is positive 1, take here 2 pi this. Then we draw the graph and the graph is the case of a or like a curve. So this is the graph of sin x or y is equal to sin x. Is this graph a 1 1 onto function? 1 1 onto function ആകണമെന്നുണ്ടെങ്കിൽ ഡൊമൈനിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോഴേ നമ്മൾക്കറിയാം നമ്മളിതിന് ഒരു ഹൊറിസോണ്ടലായിട്ടൊരു ലൈൻ വരയ്ക്കും. അതാണ് എളുപ്പം. ഹൊറിസോണ്ടലായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഹൊറിസോണ്ടലായിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ ഈ ഗ്രാഫിൽ ഒന്നിൽ കൂടുതൽ പോയിൻറ്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്, സപ്പോസ് വി ടേക്ക് ഹിയർ x1 ആൻഡ് ഹിയർ x2. ഈ രണ്ട് എക്സ് വാല്യൂസിനും വൈ വാല്യൂസ് സെയിം ആയിട്ട് വന്നു. അതേപോലെ ഈ ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഫംഗ്ഷൻ 1 1 അല്ല, പക്ഷേ ഇതൊരു ഓൺ ടു ഫംഗ്ഷനാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 എന്ന റേഞ്ചിനുള്ളിലാണ് ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും വാല്യൂ. പക്ഷേ ഈ സൈൻ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകണമെന്നുണ്ടെങ്കിൽ അത് 1 1 ഓൺ ആയിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ഗ്രാഫിലേക്ക് തന്നെ നോക്കാം. ഈ ഗ്രാഫിൽ നമുക്ക് കുറച്ച് ഭാഗം അങ്ങ് മാറ്റാം. pi by 2 to pi by 2 to ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 എന്ന ഗ്രാഫ് മാത്രം വരയ്ക്കാനായിട്ട് പോകും. അപ്പോൾ ഇതൊരു റഫായിട്ട് നാം ഒരു ഫിഗർ വരയ്ക്കുന്നു. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, പോയിൻറ്റ്സ് വി അപ്ലൈ ഹിയർ negative pi by 2, positive pi by 2, 1, negative 1. So if x is negative pi by 2, we have -1 is the y value. 0 we have 0 value. X pi by 2 we have positive 1. And we draw the graph. We know this is a 1 1 onto function. So sin x from closed interval -pi by 2 pi by 2 to closed interval -1 1 is a 1 1 onto function. Similarly, we can represent a domain as -3 pi by 2 to -pi by 2 or closed interval pi by 2 to 3 pi by 2. ഇത് ഓരോന്നും ഡൊമൈനിലെ ക്ലോസ്ഡ് ഇൻ്റർവെലായിട്ട് പരിഗണിച്ചാലും നമുക്ക് sin x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു 1 1 ഉണ്ട് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനായിട്ട് കിട്ടും. ഇനിയും എന്തുകൊണ്ടാണ് നാം ഇത് ഈ ഒറിജിനോട് ചേർന്നുള്ള ഇൻ്റർവെലാണ് ഇവിടെ നാം പരിഗണിക്കുന്നത്? നമ്മളിപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെലാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നേരത്തെ നാം പഠിച്ചു കഴിഞ്ഞു എഫ് എന്ന ഫംഗ്ഷൻ ഒരു 1 1 ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ ഒരു യുണീക്ക് ഫംഗ്ഷൻ ജി ഫ്രം വൈ ടു എക്സ് ഉണ്ടെങ്കിൽ ജി എന്ന് പറയുന്നത് എഫിൻ്റെ ഇൻവേഴ്സാണ്. അപ്പോൾ ഇവിടെ സൈൻ എക്സ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ -pi by 2 pi by 2 to closed interval -1 1 is a 1 1 on to function. So sin inverse x from closed interval -1 1 to closed interval -pi by 2 positive pi by 2. ഒരു 1 1 on to function ആണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ sin xൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ sin inverse. So sin inverse x is a function whose domain is closed interval -1 1 and whose range is closed interval -pi by 2 pi by 2. In the case of sin x function,
the domain is closed interval minus pi by 2 and the range is closed interval minus 1, 1. We already learned from this definition. We get the function is given, then how to find its inverse. Here minus 1, positive 1, 0, pi by 2 and here pi by 2. If we draw the graph, we get the graph like this. We get the graph like this. So this is the graph of sine inverse x. Then look on here sin x function and the graph of sine inverse function. If we take a mirror in this y equal to x line, if we draw here y is equal to x line, then this graph is the mirror image of the graph of sine inverse function. അപ്പോൾ നമ്മൾ y is equal to x എന്ന് പറഞ്ഞ ലൈനിൽ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ sin x എന്ന ഫംഗ്ഷനും sin inverse x എന്ന ഫംഗ്ഷനും മിറർ ഇമേജ് ആയിരിക്കും. അതിൽ നിന്നും അതൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണെന്ന് ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നാം പറഞ്ഞു കഴിഞ്ഞു നെഗറ്റീവ് 2π പോസിറ്റീവ് 2π എടുക്കുമ്പോൾ നാം എടുത്ത ഇൻ്റർവെൽസിൽ നെഗറ്റീവ് 3π/2 ടു നെഗറ്റീവ് π/2 എന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ ഉണ്ട്, നെഗറ്റീവ് π/2 ടു π/2 എന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ ഉണ്ട്, π/2 ടു 3π/2 എന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ ഉണ്ട്. ഇതിൽ ഏത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുത്താലും സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ 1, 1 കൊണ്ടുമാണ്. പക്ഷേ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ പഠിക്കുമ്പോൾ പ്രിൻസിപ്പൽ ബ്രാഞ്ച് നാം പരിഗണിക്കുന്നത് ഒറിജിനോട് ഏറ്റവും ചേർന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവെലാണ്. അതുകൊണ്ടാണ് ഇവിടെ നാം എടുത്ത ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 +π/2 എന്ന ബ്രാഞ്ച് ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ റേഞ്ചായിട്ട് പരിഗണിച്ചത്. -π/2 +π/2 ഈസ് ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. So we take here the inverse function sin inverse from the domain closed interval -1, 1 to closed interval -π/2, π/2. Here we study about how to find the principal value of an inverse trigonometric function. Value of the inverse trigonometric function which lies in the range of the principal branch is called the principal value of the given inverse trigonometric function. Find the principal value of the following. Find the principal value of the following inverse trigonometric function. First one is sin inverse 1/2. Sin inverse 1/2. We remember the principal branch is closed interval -π/2 +π/2. Here the domain lies between closed interval -1 and 1. So the question is to find the sin inverse half. The principal value of sin inverse half. For that, first we take sin inverse half is equal to y. We know here if f of x is equal to y, x equal to f inverse y. So sin inverse half is equal to y. So from this we get sin y is equal to half. Sin y is equal to half. We know that sin of which radian measurement is equal to half? Sin of which radian measurement is half? We know what is the degree measurement connected with this sin. Sin 30 is equal to 1/2. We know 30 degree which is equal to how much radian measurement? 5/6 radian measurement. So we can write this as sin 5/6 is equal to 1/2. Sin 5/6 is equal to 1/2.
That implies pi by 6 is equal to sin inverse 1 by 2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 by 2 നിന്നാണ് തുടങ്ങിയത്. ആ സൈൻ ഇൻവേഴ്സ് 1 by 2ൻ്റെ ആൻസറിലേക്ക് നാം എത്തി. ഇനി ഈ പൈ ബൈ 6 എന്ന് പറയുന്നത് അനുയോജ്യമായ ആൻസർ ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പ്രിൻസിപ്പൽ ബ്രാഞ്ചിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ലെവൽ മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2-നുള്ളിലാണ്. ദെയർഫോർ വി നോ ദാറ്റ് ദിസ് പൈ ബൈ 6 മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് 90 ഡിഗ്രി, പോസിറ്റീവ് 90 ഡിഗ്രി. മൈനസ് 90 ഡിഗ്രിക്കും പോസിറ്റീവ് 90 ഡിഗ്രിക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് ഏത് വരുന്നത്? 30 ഡിഗ്രി അല്ലെങ്കിൽ പൈ ബൈ 6 റേഡിയൻ മെഷർമെൻറ്റ്. So this pi by 6 belongs to the closed interval minus pi by 2 plus pi by 2. Therefore, the principal value of sin inverse half is equal to pi by 6. Principal value of sin inverse half is equal to pi by 6. അപ്പോൾ ഇതൊക്കെ മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. സൈൻ ഇൻവേഴ്സ് മൈനസ് ഹാഫ് എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇവിടെ നമ്മൾ ഇതേ പ്രോസസ്സിൽ കൂടി ഫോളോ ചെയ്യുന്നു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഹാഫിന് വൈ എഴുതിയതുപോലെ തന്നെ വി ടേക്ക് ഹിയർ സൈൻ ഇൻവേഴ്സ് മൈനസ് ഹാഫ് ഇസ് ഈക്വൽ ടു വൈ. യൂസിങ് ദിസ് ഡെഫിനിഷൻ വി ഹാവ് മൈനസ് ഹാഫ് ഇസ് ഈക്വൽ ടു സൈൻ വൈ. That is sin y is equal to minus half, which is equal to minus half. Half ഇവിടെ നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സൈൻ ഓഫ് പൈ ബൈ 6, സൈൻ പൈ ബൈ 6. Then what about minus sin pi by 6, which is equal to sin minus pi by 6? എങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയത്? ഈ ആൻസർ കിട്ടുവാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു പോർഷനിലേക്ക് ഞാൻ കടക്കുകയാണ്. ഒരു യൂണിറ്റ് സർക്കിൾ വരച്ചു. അതിൻ്റെ ഒറിജിനാണിത് 0 0. റേഡിയസ് 1 യൂണിറ്റാണ് പരിഗണിച്ചിരിക്കുന്നത്. ഈ യൂണിറ്റ് സർക്കിളിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു, എ ബി. ഇവിടെ നമ്മൾ എ എന്ന് കൊടുക്കുന്നു, ഇത് ഒ എന്ന പോയിൻ്റ് കൊടുക്കുന്നു, പി. എ ഒ പി എന്ന് പറയുന്ന ആംഗിൾ വരിക. ദിസ് ആംഗിൾ ഈസ് എക്സ് റേഡിയൻ മെഷർമെൻറ്റ്. If we have here an image P dash, we know that this is the xy axis, this is first quadrant. First quadrant, x coordinate and y coordinate are positive. This is the fourth quadrant, here x coordinate positive, y coordinate negative. Image of P, and we represented this as a minus b. A is the positive value, minus b, that is y coordinate. ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കും. അതേസമയം നാലാമത്തെ ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ബി എന്ന് വന്നത്. പിന്നെ നമ്മൾ ഈ ആംഗിൾ എ ഒ പി പരിഗണിച്ച് കഴിഞ്ഞാൽ ഇൻ ആംഗിൾ എ ഒ പി വി നോ എ ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ, വി നോ എ ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. ഇൻ ദിസ് പോയിന്റ് പി ഡാഷ് വി ഹാവ് എ ഈസ് ഈക്വൽ ടു ഏതാ വരുന്നത്? ഇവിടെ മൈനസ് എക്സ് ആണ് വരുന്നത്, cos minus x. Okay, and also we have here minus b, which is equal to cos minus x. cos അല്ല ഇവിടെ സൈൻ വരുന്നത്, സൈൻ മൈനസ് എക്സ്. a equal to cos x, here a equal to cos minus x. So we get a cos minus x is equal to cos x. Here we have b is equal to sin x, minus b is equal to sin minus x. sin x ആണ്, മൈനസ് സൈൻ എക്സ്. ഇത് രണ്ടും നിങ്ങൾ +1 ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് ഉപയോഗിച്ചാണ് ഇവിടെയുള്ള ഈ പ്രിൻസിപ്പൽ വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ഇത് നന്നായിട്ട് മനസ്സിലായിട്ട് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കോസ് മൈനസ് എക്സ് കോസ് എക്സ് ആണ്, സൈൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ടാനും കണ്ടുപിടിക്കാൻ പറ്റും. ടാൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ ബൈ കോസ്, സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ആണല്ലോ ടാൻ എക്സ്. സോ ടാൻ മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു സൈൻ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്, ദാറ്റ് ഈസ് മൈനസ് ടാൻ എക്സ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നാം പഠിക്കാൻ പോകുന്നത് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദിസ് സൈൻ ഇൻവേഴ്സ് മൈനസ് ഹാഫ്. We know sin inverse, first we take sin inverse minus half is equal to y.
സോ മൈനസ് ഹാഫ് ഈക്വൽ ടു സൈൻ വൈ. അതായത് സൈൻ വൈ എന്ന് പറയുന്നത് മൈനസ് ഹാഫാണ്. മൈനസ് ഹാഫിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ്. സൈൻ π/6. π/6 എന്ന് പറഞ്ഞാൽ റേഡിയൻ മെഷർമെൻ്റ് ആണ്. അതിൻ്റെ ഡിഗ്രി മെഷർമെൻറ്റ് 30 ഡിഗ്രി ആണ്. അപ്പോൾ സൈൻ π/6. So we have this is equal to sin of minus π/6 by using this formula. That is minus sin x is equal to sin minus x. Sin inverse minus √3/2. ഇവിടെ നമ്മളിപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ സൈൻ ഇൻവേഴ്സ് മാത്രമാണ് പഠിച്ചത്. ഇതേപോലെ മറ്റ് 5 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ബോർഡിൽ ഒരു ടേബിള്, ഈ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഉൾപ്പെടുന്ന ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഡൊമെയിനും റേഞ്ചുമുള്ള ഒരു ടേബിളാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ദിസ് ടേബിൾ ഗിവ്സ് the principal value branches of inverse trigonometric functions along with their domain and range. നമ്മൾ ഒരെണ്ണം മാത്രമാണ്, ആദ്യത്തത് മാത്രമാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞത് അല്ലേ, സൈൻ ഇൻവേഴ്സ്. അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സൈൻ എക്സിൻ്റെ 1/1 ഗ്രാഫ് വരച്ചു, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ 1/1 ഗ്രാഫ് വരച്ചു. അതിൽ നിന്നാണ് ഡൊമെയിനും റേഞ്ചും നാം മനസ്സിലാക്കി എഴുതിയത്. ഇതേപോലെ നിങ്ങൾക്ക് കോസ് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. അപ്പോൾ ഇവയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ തന്നിരിക്കുന്ന ടേബിളിലുള്ള റേഞ്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് ഇവിടെ നമുക്ക് ആദ്യം സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ആണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിലുള്ള ഏതൊരു സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. അതുപോലെ അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഈ കാര്യങ്ങൾ കോസ് ഇൻവേഴ്സ്, അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് ഇവയുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കി കൊണ്ടുവരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായി എന്നെനിക്ക് തോന്നുന്നു. കാരണം പല കുട്ടികളും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ വളരെ ഭയത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്. അപ്പോൾ വളരെ നമുക്കതിലെ ലഘുവായിട്ടുള്ള രീതിയിൽ, ലഘുവായ ഉദാഹരണങ്ങളിൽ കൂടി തന്നെ നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം.